കണ്ണൂരിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാക് സൈന്യം ശ്രമിച്ചതായി സ്ഥിരീകരണം. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി വേണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷയ്ക്ക് സുപ്രീം കോടതിയുടെ അംഗീകാരം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാക് സൈന്യം ശ്രമിച്ചതായി സ്ഥിരീകരണം. കരസേനാ മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് സുവർണക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണ ശ്രമം സ്ഥിരീകരിച്ചത്. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി വേണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷയ്ക്ക് സുപ്രീം കോടതിയുടെ അംഗീകാരം. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡാമിലെ അറ്റകുറ്റപ്പണി നടക്കാനും ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് അനുമതി നൽകിയിട്ടുണ്ട്. ഗാസയിലേക്ക് ഇസ്രായേൽ സേന ടാങ്കറുകളുമായി ഇരച്ചുകയറി നടത്തിയ ആക്രമണത്തിൽ 150ഓളം പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 464 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും സൈന്യം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66-ലെ 6-വരിപ്പാത ഇടിഞ്ഞു വീണു. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലാണ് അപകടം ഉണ്ടായത്. കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് 6-വരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. അതേസമയം സംഭവത്തിൽ ആളപായമൊന്നുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ-പാക് സംഘർഷത്തെ തുടർന്ന് ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നീക്കവുമായി BCCI. ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ. പിന്മാറാനുള്ള തീരുമാനം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ BCCI ഇതിനകം അറിയിച്ചതായാണ് റിപ്പോർട്ട്. കരാർ തൊഴിലാളികളുടെ ESI തുകയുടെ വിഹിതം അടയ്ക്കാത്തതിനാൽ KSEBയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ESIC മരവിപ്പിച്ചു. 31 കോടിയോളം രൂപ ESIC KSEBയുടെ അക്കൗണ്ടിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2017 മുതൽ 2021 വരെയുള്ള അടവ് മുടങ്ങിയതിൽ 18 കോടി രൂപ മുതലായും 13 കോടി പലിശ ഇനത്തിലുമാണ് ESIC പിടിച്ചെടുത്തത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ കുടുങ്ങിയ 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ഉദയ്, ചാരുമതി, കരീഷ്മ, മനുസ്വി എന്നിവരാണ് മരിച്ചത്. ചാരുമതിയും കരീഷ്മയും സഹോദരിമാരായിരുന്നു. മറ്റ് 2 കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളും. സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് BJP മന്ത്രി കുൻവർ വിജയ് ഷായുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ സുപ്രീം കോടതി. വിഷയത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. നാളെ രാത്രി 10 മണിക്ക് മുൻപ് 3 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും മധ്യപ്രദേശ് DGPക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ദളിത് യുവതിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പേരൂർക്കട SI പ്രസാദിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ SIയെ സസ്പെൻഡ് ചെയ്തത്. ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 12-ാം കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതേസമയം ബാർ അസോസിയേഷൻ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇരയായ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വനിതാ അഭിഭാഷകരടക്കം മോശം കമന്റുകൾ പറഞ്ഞതായി ശ്യാമിലി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.